ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ ഞാനും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ വിശേഷങ്ങളും അതേപോലെ തന്നെ എനിക്ക് പറ്റിപ്പോയ ഒരു തെറ്റും എല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവെക്കുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്കും ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. ഞങ്ങളൊന്ന് ജസ്റ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. കറങ്ങാനെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഇക്കാക്ക് ലീവായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് രാവിലെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. രാവിലെ നേരത്തെ ട്രാവൽ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് മൂന്നാൾക്കും പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. പിന്നെ ഇക്കാക്ക് ലീവായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞും തണുപ്പും ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ ഓരോ പ്ലേസുകൾ കാണാനായിട്ട്. ഈ ഒരു ടൈമിൽ റോഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം സ്കൂൾ ബസ്സിൻ്റെയും അങ്ങനെ കുറച്ച് തിരക്കെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പാലക്കാട്ടത്തെ ലുലു മാള്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ ഓപ്പണിങ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഓപ്പണിങ് വരുന്നത്. അത് 18th മൺഡേ. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ പോയത് ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിലായിരുന്നു. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, അത്രക്കും ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞങ്ങളിവിടേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് ഫാമിലിയൊക്കെ ആയിട്ട് ഇനിയും പോകണമെന്നുണ്ട്. ഞാൻ ഓർഡർ ആക്കിയത് ഗീ റോസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ സാമ്പാറും ചട്നിയും ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം നമ്മുടെ മുന്നിൽ തന്നെ കുറേ ഇങ്ങനെ കൊണ്ടു വെച്ച് നമുക്ക് വേണ്ടതെടുക്കാം. ആദ്യം ഇഡ്ഡലി ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ റോസ്റ്റും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സലൂനായിട്ട് നമ്മൾ ഫുഡൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കഴിക്കണതെന്ന് കൊടുക്കുക തന്നെ ചെയ്തത്. അവൻ കാര്യമായിട്ട് കഴിക്കുകയൊന്നുമില്ല. നമ്മൾ കഴിക്കണതെന്ന് അവനിക്കാക്കിയിട്ട് ഓർഡർ ആക്കിയാലൊന്നും അവൻ കഴിക്കില്ല. അപ്പോൾ നമ്മൾ കഴിക്കണതെന്ന് തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് മറന്നുപോയി. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്. വായിലിട്ട് അലിഞ്ഞു പോണ പോലത്തെ ഒരു ടേസ്റ്റ്. ഇതിൻ്റെ ഒരു ബോളിന് തന്നെ 30 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു 30 രൂപയ്ക്കുള്ളതൊന്നും ഇല്ലയെന്ന്. പക്ഷേ കഴിച്ചപ്പോൾ മനസ്സിലായി 30 രൂപയ്ക്ക് ഇത് വേർത്താണെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനി അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോണത് എനിക്ക് തെറ്റ് പറ്റിപ്പോയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ആദ്യം ഇത് ഷെയർ ആക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു ഇങ്ങനെ ആർക്കും തെറ്റ് പറ്റല്ലേ, അപ്പോൾ ഷെയർ ആക്കിയാൽ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ പൈനാപ്പിൾ വെച്ചിട്ടൊരു പായസമാണ് കേട്ടോ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഈ ഒരു പായസം. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. പിന്നെ ഇക്കാണ് കേട്ടോ എനിക്ക് പൈനാപ്പിളൊക്കെ ക്ലീൻ ആക്കി തന്നത്. എന്നിട്ട് ഇതെല്ലാം ഞാൻ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു ഫസ്റ്റ്. എന്നിട്ട് ഈ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള പൈനാപ്പിളൊക്കെ ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ടെടുത്തിട്ട് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് ഈ പായസത്തിലേക്ക് വേണ്ടിയിട്ട് 1/4 കപ്പ് സാഗോ റൈസ് ഇല്ലേ, നമ്മളുടെ അവിടെ ജോവരി എന്നാണ് പറയുക, അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു പാനിൽ വെള്ളം വെച്ചിട്ട് അത് ചൂടായപ്പോൾ നമ്മുടെ ഈ സാഗോ റൈസ് ഇട്ട് കൊടുക്കുക. ഇതിനി ഒരു 19% കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി ഇതൊന്ന് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം.
പായസം ഉണ്ടാക്കാനായിട്ട് പാത്രം വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് 1 ലിറ്ററിൻ്റെ കപ്പാണ്. അപ്പോൾ ഇതിന് 1 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സാഗോ റൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. ഇത് 400 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡാണ്. അതിൻ്റെ പാതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഏകദേശം 200 ഗ്രാമോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പായസത്തിന്. ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തു കേട്ടോ. ഈ പൈനാപ്പിൾ ചേർത്ത് കൊടുത്തതും പാല് ഫുള്ള് പിരിഞ്ഞു പോയി. അതെന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പിരിഞ്ഞെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് മൂടുണ്ടായിരുന്നില്ല കേട്ടോ. ആകപ്പാടെ ഫുള്ള് ഫ്ലോപ്പായി പോയി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രി നമ്മൾ പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി കാണിക്കാം. ഇപ്പം നമ്മൾ പോയത് നമ്മുടെ അടുത്തുള്ളൊരു മാളിലേക്കായിരുന്നു കേട്ടോ. ഇവിടെ പോയത് വേറൊന്നുമല്ല, ഇവനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിലും അവൻ്റെ മുഖത്ത് അവ അതൊന്നും കാണിക്കില്ല കേട്ടോ. ഭയങ്കര ഗെറ്റപ്പിൽ തന്നെയാണ് അവ ഇരിക്കുള്ളൂ. ഒരു പ്രാവശ്യം ഇരുതി കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വേറെ 3-4 കാറും കൂടി ഉണ്ടായിരുന്നു അവിടെ. അതിലിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും കേട്ടില്ല. ഇതിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു റൗണ്ടും കൂടി പിന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കൂടി എത്തിയ ശേഷം പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വണ്ടി പാർക്ക് ചെയ്തപ്പോഴും കുഴപ്പമൊന്നുമില്ല. അവൻ സിമ്പിളായിട്ട് തന്നെ ഇറങ്ങിയിട്ടോ, വാശിയൊന്നും കാണിച്ചില്ല. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് വേറൊരു ഷോപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവനിക്ക് ഈ സാന്റാക്ലോസിൻ്റെ തൊപ്പി കണ്ടപ്പോൾ മുതൽ അതൊന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മേടിച്ചെടുക്കുക പറഞ്ഞിട്ട് പോയതാണ്. ക്രിസ്മസ് ആവാനായതുകൊണ്ട് തന്നെ ഫുള്ള് ക്രിസ്മസിൻ്റെ വൈബും പിന്നെ അതിൻ്റെ കുറേ ഡെക്കറേഷൻ ഐറ്റംസും ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ. ഇവനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇവന് മറ്റേ സാന്റാക്ലോസിൻ്റെ ആ ഒരു വടി ഉണ്ടല്ലോ, അതിന്മേൽ പിടിച്ച് കളിച്ചിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഇവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഭയങ്കര ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ സാന്റാക്ലോസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങളിതൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളിതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ ഒന്ന് നോക്കിയതാണ്. വന്നത് തൊപ്പി മേടിക്കാനായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ടോയ്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തൊപ്പി നോക്കിയപ്പോൾ തൊപ്പി എല്ലാം വലിയ സൈസായിരുന്നു കേട്ടോ. ഇവൻ്റെ സൈസിനായിട്ട് ഒന്നും കിട്ടിയില്ല, ഒക്കെ വലിയ സൈസായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തൊപ്പി മേടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ടെഡി ബെയർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനോടൊന്നും നെസ്ലുവിന് താല്പര്യം ഉണ്ടായിരുന്നില്ല.
അവനിക്ക് ഇഷ്ടപ്പെട്ടത് ഫ്രണ്ടിൽ ഇങ്ങനെ പുലി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോയ് ഉണ്ടായിരുന്നു കേട്ടോ, അതായിരുന്നു. പക്ഷെ അത് മേടിക്കാൻ ഉമ്മ സമ്മതിക്കില്ല കേട്ടോ. വീട്ടിൽ ആദ്യം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇങ്ങനെ വീട്ടിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ അതെല്ലാം കളയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വേറെ ഷോപ്പിൽ പോയിട്ട് തൊപ്പി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇതാ വേറൊരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ നോക്കിയപ്പോൾ ഇവൻ്റെ അളവിനുള്ള തൊപ്പി കിട്ടിയായിരുന്നു. ഇതിൽ മേരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഗിൽട്ടെല്ലാം ഒന്ന് തുറക്കുമ്പോൾ തന്നെ ഫുള്ള് താഴെ പോകണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അവൻ്റെ സൈസിനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 എണ്ണം മേടിച്ചിട്ടുണ്ട്. ബ്രദറിൻ്റെ കുട്ടികൾക്കും കൂടിയിട്ട് ചേർത്തി മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ട് അവൻ പിടിച്ചിട്ട് പിടി വിടുന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒരു വിധത്തിൽ വിടുത്തിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയിട്ട് ജ്യൂസ് കുടിക്കാനായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് മേടിക്കാനായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ ആദ്യം ബ്രെഡാണ് കേട്ടോ മേടിക്കുന്നത്. ബട്ടർ ബ്രെഡ് നോക്കി മേടിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് കഴിക്കാനായിട്ട് നമുക്കൊരു സ്പോഞ്ച് കേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് ബനാന കേക്കാണ് തോന്നുന്നു, പക്ഷെ കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അത് ഞങ്ങൾ വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു പാൽക്കോവയായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നല്ല നെയ്യിലൊക്കെ ഉണ്ടാക്കിയ ഒരു പാൽക്കോവയാണ് കേട്ടോ. ഇത് കഴിച്ചപ്പോൾ തന്നെ ഒരു പീസ് കഴിച്ചപ്പോൾ തന്നെ ഫുള്ളും മപ്പായി, അത്രക്കും ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് അലിവ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ പീസുകൾ അവർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. എനിക്ക് പൊതുവെ ബ്ലാക്ക് കളർ അലിവയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ വീട്ടിലേക്കും ബ്ലാക്ക് കളർ തന്നെ മേടിച്ചിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ബൈ.